നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന KSRTC ഇന്ദിര പ്രിയദർശിനി സിറ്റി സർവീസ് ആരംഭിച്ചു. സർവീസിന്റെ ഫ്ളാഗ് ഓഫ് രമേശ് പിഷാരടി MLA നിർവഹിച്ചു. MLAയുടെ 111 കർമ്മ പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രിയദർശിനി പദ്ധതി യാഥാർത്ഥ്യമായത് അതിവേഗം. ഇന്ത്യൻ യുവത്വത്തിന്റെ ഭാവി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് വള്ളത്തോൾ നഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ പ്രതിഷേധ ധർണ. BSNL ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് BSNL എംപ്ലോയീസ് യൂണിയൻ, ഓൾ ഇന്ത്യ BSNL പെൻഷനേഴ്സ് അസോസിയേഷൻ, CCWF എന്നീ സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിന് മുന്നിൽ ധർണ. വാർത്തകൾ വിശദമായി. പാലക്കാട് നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന KSRTC ഇന്ദിര പ്രിയദർശിനി സിറ്റി സർവീസ് ആരംഭിച്ചു. സർവീസിന്റെ ഫ്ളാഗ് ഓഫ് MLA രമേശ് പിഷാരടി നിർവഹിച്ചു. MLAയുടെ 111 കർമ്മ പദ്ധതിയിൽ ഉൾപ്പെട്ട KSRTC പ്രിയദർശിനി പദ്ധതി അതിവേഗമാണ് യാഥാർത്ഥ്യമായത്. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ ഏറെ പേർ ആവശ്യപ്പെട്ട സിറ്റി സർവീസ് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് ഒരുമിച്ച് നീങ്ങണമെന്നും പിഷാരടി ഫ്ളാഗ് ഓഫ് വേളയിൽ പറഞ്ഞു. നഗരത്തിലെ കളക്ടറേറ്റ് ഉൾപ്പെടുന്ന സർക്കാർ ഓഫീസുകൾ, സ്കൂളുകൾ, കോളേജുകൾ, പാലക്കാട് കല്ലേക്കാട് മെഡിക്കൽ കോളേജുകൾ, ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് KSRTC പ്രിയദർശിനി സിറ്റി സർവീസ് ആരംഭിച്ചത്. കൂടുതൽ യാത്രക്കാർക്ക് ഗുണകരമാകുന്ന രീതിയിൽ സർവീസ് ക്രമീകരിക്കും. ഫ്ളാഗ് ഓഫ് വേളയിൽ കൗൺസിലർ അഷ്കർ അധ്യക്ഷത വഹിച്ചു. DTO ജോഷി, ടെക്നിക്കൽ ഓഫീസർ മഹേഷ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CV സതീഷ്, CMB ജില്ലാ സെക്രട്ടറി P കലാധരൻ, KSRTC സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടക്ടർക്ക് ടിക്കറ്റ് മെഷീനും ബാഗും കൈമാറിയ MLA കന്നിയാത്രയും നടത്തി. പ്രിയദർശിനി സൗജന്യ യാത്ര തുടങ്ങിയതിനു ശേഷം ബസ്സുകൾക്കുള്ള ഡിമാൻഡും ആളുകൾ ആവശ്യപ്പെടുന്ന റൂട്ടുകളുമെല്ലാം നമുക്ക് പ്രതീക്ഷിച്ചിരുന്നതിനേക്കാളും എത്രയോ കൂടുതലാണ്. എല്ലാ സ്ഥലങ്ങളിലും വലിയ ആവശ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇത് അനുവദിച്ച് കിട്ടുക എന്ന് പറയുന്നത് അല്പം ശ്രമകരമാണ്. അവിടെ നമ്മളോടൊപ്പം നിന്ന് ഏറ്റവും പ്രിയപ്പെട്ട വകുപ്പ് മന്ത്രി CP ജോൺ സാറിന് ഞാൻ നമ്മുടെ പാലക്കാടിന്റെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇന്ത്യൻ യുവത്വത്തിന്റെ ഭാവി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് വള്ളത്തോൾ നഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി PS സുനീഷ് ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തെ 7.5 കോടി വിദ്യാർത്ഥികളെ അവരുടെ ജീവിതത്തെ പന്താടിക്കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് സർക്കാരായി ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന RSSന്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി മാത്രം രാജ്യം ഭരിക്കുന്ന മോദിയുടെ ശിഷ്യൻ ധർമ്മേന്ദ്ര പ്രസാദ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സംവിധാനത്തെ മുഴുവൻ തച്ചുടച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കേണ്ട വിദ്യാർത്ഥികളെ അവരുടെ ജീവിതത്തെ മുഴുവൻ ചവിട്ടി മെതിച്ചുകൊണ്ട് കടന്നു പോകുന്ന വർഷങ്ങളാണ് നമ്മൾ കാണുന്നത്. മണ്ഡല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് CA അർഷദ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൽ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സമരം നടത്തിയതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്കു വേണ്ടി തിരി തെളിയിച്ച് അനുശോചിച്ചു. ധർണയ്ക്ക് ശേഷം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ കോലം കത്തി. നേതാക്കളായ MA മുഹമ്മദ് ഇക്ബാൽ, K മോഹൻദാസ്, ഹരിദാസ് കണ്ണൻ, റാഷിഖ് റഹ്മാൻ, KS ഉനൈസ് എന്നിവർ സംസാരിച്ചു. അസീസ്, TB ഷഫീഖ്, ബാവ, NT വിപിൻ, നികേഷ് ചേലക്കര തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BSNL എംപ്ലോയീസ് യൂണിയൻ, ഓൾ ഇന്ത്യ BSNL പെൻഷനേഴ്സ് അസോസിയേഷൻ, CCWF എന്നീ സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ BSNL ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. BSNL ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. BSNL ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, പെൻഷൻ പരിഷ്കരണം നടത്തുക, കരാർ ജീവനക്കാർക്ക് മെച്ചപ്പെട്ട വേതനം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് BSNL എംപ്ലോയീസ് യൂണിയൻ, ഓൾ ഇന്ത്യ BSNL പെൻഷനേഴ്സ് അസോസിയേഷൻ, CCWI എന്നീ സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് രാജ്യവ്യാപകമായി നടത്തുന്ന ത്രിദിന ധർണയുടെ ഭാഗമായാണ് ഷൊർണൂർ ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചത്. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായിട്ടും കാലത്തിനനുസരിച്ചുകൊണ്ടുള്ള പരിഷ്കരണങ്ങൾ നടത്തിയിട്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്. ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തുന്നതിന് വേണ്ടിയുള്ള
ഈ ധർമ്മസമരത്തെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. AIBDPA ജില്ലാ സെക്രട്ടറി ജി രാജൻ അധ്യക്ഷത വഹിച്ചു. DRU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് RG പിള്ള, CSFWA മേഖലാ സെക്രട്ടറി K ചന്ദ്രൻ, K വേണുഗോപാലൻ, UR രാജീവ്, ബാലകൃഷ്ണൻ, സന്തോഷ് കുമാർ, KV മധു, രാജേഷ്, K നാരായൺകുട്ടി, നാരായണൻ, ദിനപ്രകാശ്, കേശവൻ എന്നിവർ പ്രസംഗിച്ചു. A പ്രസീല സ്വാഗതവും MM രാമൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പോസ്റ്റ് ഓഫീസുകൾ ഇല്ലാതാക്കുകയല്ല, ലയിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ. പോസ്റ്റൽ മേഖലയിൽ നടക്കുന്നത് ആധുനിക മാറ്റങ്ങളാണെന്നും പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജീവനക്കാർക്കെതിരായ ഒരു നിലപാടിനും സംഘടന അനുകൂലമായി പ്രവർത്തിക്കില്ല. രാജ്യത്തെ ആകെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ചും പോസ്റ്റൽ രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് വിമർശനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ജീവനക്കാരുടെ താൽപര്യങ്ങൾക്കും ഒപ്പം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് 15 സർക്കിളുകളിൽ സംഘടന മുന്നോട്ട് നിൽക്കുന്നത്. പോസ്റ്റൽ മേഖലയുടെ നവീകരണത്തിന്റെ ഭാഗമായാണ് ഡിജിറ്റൽ പിൻ ഏർപ്പെടുത്തിയത്. 24, 25, 26 തീയതികളിലായി പാലക്കാട് നടക്കുന്ന സംസ്ഥാന സമ്മേളനം പോസ്റ്റൽ മേഖലയിലെ ജീവനക്കാരുടെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ബൈക്ക് റാലി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ജീവനക്കാരെ സംബന്ധിച്ച് കാരണം ഇന്ന് പല പോസ്റ്റ് ഓഫീസുകളും ആളുകൾ അടച്ചു പൂട്ടുകയാണെന്നുള്ള രീതിയിലാണ് പ്രചരണം. പക്ഷെ സത്യം അതൊന്നും അല്ല. കാരണം ഒന്ന് റീലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ആ കാര്യത്തിൽ ഏതെങ്കിലും പോസ്റ്റ് ഓഫീസുകൾ അടച്ചു പൂട്ടലാണെങ്കിൽ അതിനെതിരെ ശക്തമായിട്ട് DPF ഉണ്ടാവും. കാരണം പല ആളുകൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, BJP ആണ് ഭരിക്കുന്നത്. അതുകൊണ്ടല്ല, BJP ഭരിച്ചാലും ശരി, ആര് ഭരിച്ചാലും നമ്മുടെ സ്റ്റാൻഡ് അത് ജീവനക്കാരുടെ ഒപ്പമാണ്. ഡിവിഷൻ സെക്രട്ടറി പ്രിൻസ് R, കൺവീനർ കൃഷ്ണകുമാർ, ചെയർമാൻ രമേശ്, പ്രശാന്ത് G, അരുൺ VK, ശശിധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സൗദി അറേബ്യയിലെ ദമാം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നവോദയ സാംസ്കാരിക വേദി കോടിയേരി ബാലകൃഷ്ണന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം ഈ വർഷം കാർഷിക മേഖലയ്ക്ക് നൽകും. മികച്ച കർഷകനായി പാലക്കാട് എലവഞ്ചേരി S ഷാബുമോൻ അർഹനായതായി ജൂറി ചെയർമാൻ കേരള സർവകലാശാല ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജിജോ P അലക്സ് പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നവോദയ സാംസ്കാരിക വേദി ഓരോ വർഷവും വിവിധ മേഖലയിലാണ് പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. കാർഷിക മേഖലയിലെ വ്യക്തിവികാസം, സാമൂഹ്യ വ്യാപനം, വൈജ്ഞാനിക വ്യാപനം, കർഷക കൂട്ടായ്മ എന്നിവയാണ് പുരസ്കാരങ്ങൾക്കായി പരിഗണിച്ചത്. കാർഷിക മേഖലയിൽ നവീനാശയങ്ങൾ ഉപയോഗിച്ച് കാർഷിക മേഖലയെ പുത്തനുണർവുണ്ടാക്കിയ ഷാബു കാർഷിക കൂട്ടായ്മയിലും സജീവമാണ്. 1 ലക്ഷം രൂപയും ഫലവുമാണ് ഷിബുവിനുള്ള പുരസ്കാരം. കളക്കാട്ടുകുറിശി സ്വപ്ന ജെയിംസ്, ഹരിപ്പാട് പാലക്കുളങ്ങര മഠം V വാണി എന്നിവർ ജൂറിയുടെ പ്രത്യേക പരാമർശത്തിന് അർഹമായി. പിണറായി പഞ്ചായത്തിലെ പ്രവാസി തളിർ കൃഷിക്കൂട്ടം കർഷക കൂട്ടായ്മയും കഞ്ഞിക്കുഴി പഞ്ചായത്ത് ആലത്തൂർ നിറ കാർഷിക പദ്ധതി എന്നിവയും ജൂറിയുടെ പുരസ്കാരത്തിന് അർഹരായി. TS വിശ്വൻ, ഡോക്ടർ സുദ്ധോധനൻ, ഡോക്ടർ TK ശിവദാസ് എന്നിവരാണ് വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരത്തിന് അർഹമായവർ. മികച്ച കർഷകനൊഴിയുള്ളവർക്ക് മൊമെന്റോയും സർട്ടിഫിക്കറ്റുമാണ് പുരസ്കാരം. പുരസ്കാര വിതരണം ഓഗസ്റ്റ് 2 ഒറ്റപ്പാലം മനശ്ശേരി നടക്കുമെന്നും ഡോക്ടർ ജിജു P അലക്സ് പറഞ്ഞു. അപേക്ഷകളാണ് ജൂറി പരിശോധിച്ചത്. ആ പരിശോധനയിൽ പ്രധാനമായും മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങൾ, ഒന്ന്, ഏറ്റവും നവീനമായ കാർഷിക വിജ്ഞാനത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുന്ന കർഷകരെയും കർഷക കൂട്ടായ്മകളെയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളെയും ഈ വിജ്ഞാന വ്യാപനത്തിൽ പങ്കെടുക്കുന്നവരെയും ഒക്കെയാണ് നമ്മൾ പരിഗണിച്ചത്. ഏറ്റവും ആദ്യത്തെ പരിഗണന ഏറ്റവും നവീനമായ ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്ന കർഷകരെയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പരിഗണന ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് അവർക്ക് മാത്രമല്ലാതെ സമൂഹത്തിനും ചുറ്റുമുള്ള കർഷക സമൂഹത്തിനും എത്രത്തോളം പ്രയോജനം അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ പരിഗണന. മൂന്നാമത്തെ പരിഗണന നമുക്ക് അറിയാവുന്നതുപോലെ പലപ്പോഴും പല കാര്യങ്ങളും വളരെ ആവേശത്തോടെ തുടരുകയും അത് പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം കഴിഞ്ഞ കുറേ വർഷങ്ങളായി സുസ്ഥിരമായി നിലനിൽക്കുന്നുണ്ടോ, എത്രത്തോളം ഭംഗിയായിട്ട് അവർക്ക് അതിന് തുടർച്ചയുണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്നിങ്ങനെയുള്ള 3 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അവാർഡ് നിർണയ കമ്മിറ്റി നേരത്തെ സൂചിപ്പിച്ച അപേക്ഷകളിൽ നിന്നും അവാർഡുകൾ നിർണയിച്ചത്. കൺവീനർ മോഹനൻ വെള്ളിനേഴി, രക്ഷാധികാരി ഡോക്ടർ രശ്മി രാമചന്ദ്രൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. SSLC VHSE വിദ്യാഭ്യാസ യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡോടുകൂടി ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ അവസരമൊരുക്കുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള സർട്ടിഫൈഡ് കോഴ്സ് പാസ്സാവുന്നതോടെ സ്വദേശത്തും വിദേശത്തും
നിരവധി തൊഴിൽ അവസരം ലഭിക്കുമെന്നും അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് BR ജേക്കബ് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ 800ഓളം ക്ലാസിഫൈഡ് ഹോട്ടലുകളുടെ സഹകരണത്തോടെയാണ് സൗജന്യ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് നടത്തുന്നത്. ട്യൂഷൻ, ഭക്ഷണം, താമസം എന്നിവ സൗജന്യമായി നൽകുന്നതോടൊപ്പം പരിശീലന വേളയിൽ 4000 രൂപ സ്റ്റൈപ്പൻഡായി നൽകുകയും ചെയ്യും. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് യോഗ്യരായ വിദ്യാർത്ഥികളുടെ കുറവ് പരിഹരിക്കാനാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും ജേക്കബ് പറഞ്ഞു. തികച്ചും സൗജന്യം മാത്രമല്ല, 4000 രൂപ മാസ സ്റ്റൈപ്പൻഡോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്ത് വാർത്തെടുക്കുന്നത്. 1 year ഡിപ്ലോമ, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൂടി ലഭിക്കുകയും കൂടാതെ രാവിലെ 9 ക്ലാസ് തുടങ്ങി 12 ക്ലാസ് അവസാനിച്ചതിന് ശേഷം പാലക്കാട് ജില്ലകളിലാണെങ്കിലും തൃശ്ശൂർ ജില്ലയിലാണെങ്കിലും മറ്റു ജില്ലകളിലുള്ള കുട്ടികളെ അതാത് സ്ഥലങ്ങളിലുള്ള ഹോട്ടലുകളിൽ 12 മണി 12 ശേഷം വന്ന് അവർക്ക് പ്രാക്ടിക്കലായിട്ട് ജോലി ചെയ്യുന്നതിനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കുകയും താമസവും ഭക്ഷണവും അതാത് ഹോട്ടലുകൾ കൊടുക്കുകയും കൂടാതെ 4000 രൂപ മാസം സ്റ്റൈഫൻഡായി കൊടുക്കുകയും ചെയ്തു. കഴിഞ്ഞ 8-9 വർഷങ്ങൾക്ക് ശേഷം 2500 പരം കുട്ടികളെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് CP ധനേഷ്, തൃശൂർ ജില്ലാ സെക്രട്ടറി ഷൈൻ ഭാസ്കർ, പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രദീപ്, ഷെല്ലി PK, P സതീഷ് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് പീച്ചി മത്സ്യഭവന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കിയ മൺസൂൺ മത്സ്യസമൃദ്ധി വിളവെടുപ്പ് ദേശമംഗലം തലശ്ശേരിയിൽ നടന്നു. നൂതന മത്സ്യകൃഷിയായ RAS യൂണിറ്റിൽ വരാൽ മത്സ്യ വിളവെടുപ്പാണ് നടത്തിയത്. മത്സ്യകർഷകനായ അബ്ദുൾ റഹ്മാന്റെ വീട്ടിലായിരുന്നു വിളവെടുപ്പ്. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ ടീച്ചർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. എന്നാൽ നമ്മുടെ നാട്ടിലെ ആദ്യമായിട്ടാണ് ദേശീയ തലത്തിലൊരു അവാർഡ് നേടുന്ന ഒരു കർഷകനുണ്ട്. ദിനത്തിൽ നമുക്കൊരു നല്ല രീതിയിലുള്ള ഒരു കർഷകൻ ഉണ്ടാവുന്നത് ആദ്യമായിട്ടാണ്. ഇത്രയും നൂതനമായ രീതിയിൽ തന്നെ ഒരു കർഷകൻ നമ്മുടെ ഈ നാട്ടിൽ ഇല്ല. അപ്പോൾ ഇവരുടെ നോക്കിയിട്ട് 100-200 ആൾക്കാരോളം വന്ന് കണ്ട് പഠിച്ച് അവർക്ക് ഈ രീതിയിൽ ചെയ്യാനുള്ള ഒരു സ്വയം പര്യാപ്തരാവാനുള്ള ഒരു കഴിവിന് വേണ്ടി ഇവരും നല്ല കർഷകനായി തെരഞ്ഞെടുത്ത അബ്ദുൾ റഹ്മാനെ ആദരിക്കുകയും ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം KM അധ്യക്ഷത വഹിച്ചു. വടക്കഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷംല ഷിഹാബ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബീന, മഞ്ജുള എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫർസാന, ഹരിഹരൻ, ചലിത, ഷിഹാബുദ്ദീൻ, ജയലക്ഷ്മി, പീച്ചി മത്സ്യഭവനിലെ ഫിഷറീസ് ഓഫീസർമാരായ ആഷ്ലി സനൽ, ധന്യ സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊമോട്ടർ ഡോക്ടർ അബ്ദുൾ സലാം സ്വാഗതവും കർഷകനായ അബ്ദുൾ റഹ്മാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ 2026-27 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് 25-ന് ശനിയാഴ്ച വൈകിട്ട് മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. വിവിധ സേവന പ്രവർത്തനങ്ങൾ ഈ വർഷം നടപ്പാക്കുമെന്ന് റോട്ടറി ഭാരവാഹികൾ ഷൊർണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ 2026-27 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ശനിയാഴ്ച വൈകിട്ട് 6:30 മുതൽ ഷൊർണൂർ മയിൽവാനം കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. പ്രസിഡന്റായി ജയൻസി പത്മനാഭനും സെക്രട്ടറിയായി N പുഷ്പരാജും അടങ്ങുന്ന ഭാരവാഹികൾ സ്ഥാനമേൽക്കും. റോട്ടറി ഇന്റർനാഷണലിന്റെ ഈ വർഷത്തെ യുണൈറ്റ് ഫോർ ഗുഡും റോട്ടറി ഡിസ്ട്രിക്റ്റിന്റെ ക്രിയേറ്റ് ലാസ്റ്റിംഗ് ഇമ്പാക്ട് എന്ന സന്ദേശവും മുൻനിർത്തി സമൂഹത്തിൽ ശാശ്വതമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന സേവന പ്രവർത്തനങ്ങൾക്കാണ് ഈ വർഷം മുൻഗണന നൽകുന്നത്. ക്ലബിന്റെ മുഖ്യ പദ്ധതിയായി ബ്യൂട്ടിഫിക്കേഷൻ നടപ്പിലാക്കും. ഷൊർണൂരിനെ കേരളത്തിലെ ഏറ്റവും ശുചിത്വവും പച്ചപ്പും സൗന്ദര്യമുള്ള മാതൃകാ നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പൊതുസ്ഥലങ്ങളുടെ സൗന്ദര്യവൽക്കരണം, മാലിന്യ നിർമ്മാർജ്ജനം, പരിസ്ഥിതി സംരക്ഷണം, ശുചിത്വ ബോധവൽക്കരണം, പൗരപങ്കാളിത്തം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകും. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, പരിസ്ഥിതി സംരക്ഷണം, യുവജന വനിതാ ശാക്തീകരണം, രക്തദാന ക്യാമ്പുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, വിദ്യാർത്ഥികൾക്കുള്ള സഹായ പദ്ധതികൾ, സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള വിവിധ സേവന പ്രവർത്തനങ്ങൾ എന്നിവയും ഈ വർഷം നടപ്പിലാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ 13 വർഷമായിട്ട് ഷൊർണൂർ ചെറുതുരുത്തി മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റോട്ടറി ക്ലബിന്റെ 14ാമത്തെ പ്രസിഡന്റായിട്ട് നാളെ മയിൽവാഹനം ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇൻസ്റ്റലേഷൻ സെറിമണി നടക്കുകയാണ്. അതിൻ്റെ ഭാഗത്വം ഏറ്റെടുക്കാൻ പോകണം. ഈ ചടങ്ങിൻ്റെ ചീഫ് ഗസ്റ്റായിട്ടുള്ളത് മിനിസ്റ്റർ തുളസിയാണ്. അതുപോലെ ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് വരുന്നത് ഡോക്ടർ KS മേനോൻ. ഈ റോട്ടറിയുടെ സെക്രട്ടറി ആയിട്ട് ചാർജ് എടുക്കാൻ പോണത് പുഷ്പരാജ്. അതുപോലെ ബോർഡ് അംഗങ്ങൾ 44 ബോർഡ് അംഗങ്ങളുണ്ട്. പിന്നെ റോട്ടറി ഈ ഒരു വർഷം യുണൈറ്റ് എന്നിട്ടുള്ള ഒരു തീമിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ ഷൊർണൂർ
ചെറുതുരുത്തി ഭാഗങ്ങൾ ബ്യൂട്ടിഫിക്കേഷൻ എന്നുള്ളതാണ് തീം. ഈ ബ്യൂട്ടിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് പരിസരം ശുചിത്വം അതുപോലുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തീമായിട്ട് ഈ പ്രാവശ്യം നടത്താൻ ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിൽ ശാശ്വതമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതികളാണ് ഈ വർഷം നടപ്പിലാക്കുകയെന്നും പുതിയ പ്രസിഡന്റ് ജയൻ സി പത്മനാഭനും സെക്രട്ടറി എൻ പുഷ്പരാജും അറിയിച്ചു. സ്ഥാനാരോഹണ ചടങ്ങിൽ മന്ത്രി കെ എൻ തുളസി അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ജില്ലാ പ്രയോറിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ, റോട്ടറിയൻ രാമു ചാത്തനാത്ത്, ജയൻ സി പത്മനാഭൻ, എൻ പുഷ്പരാജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. DCC ജനറൽ സെക്രട്ടറിയും മുൻ നഗരസഭാ കൗൺസിലറുമായിരുന്ന അന്തരിച്ച TK ഹമീദിന്റെ കുളപ്പുള്ളിയിലെ വസതി മുഖ്യമന്ത്രി VD സതീശൻ സന്ദർശിച്ചു. തുടർന്ന് മകൻ TH ഫിറോസ് ബാബു അടക്കമുള്ള കുടുംബാംഗങ്ങളെ മുഖ്യമന്ത്രി നേരിൽ കണ്ടു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12-നായിരുന്നു മുഖ്യമന്ത്രിയുടെ സന്ദർശനം. മനുശ്ശേരിയിലെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് തിരികെ മടങ്ങുമ്പോഴായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ സന്ദർശനം നടത്തിയത്. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ എന്നിവരും ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന KSRTC ഇന്ദിര പ്രിയദർശിനി സിറ്റി സർവീസ് ആരംഭിച്ചു. സർവീസിന്റെ ഫ്ളാഗ് ഓഫ് രമേശ് പിഷാരടി MLA നിർവഹിച്ചു. MLAയുടെ 111 കർമ്മ പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രിയദർശിനി പദ്ധതി യാഥാർത്ഥ്യമായത് അതിവേഗം. ഇന്ത്യൻ യുവത്വത്തിന്റെ ഭാവി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് വള്ളത്തോൾ നഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ പ്രതിഷേധ ധർണ. BSNL ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് BSNL എംപ്ലോയീസ് യൂണിയൻ, ഓൾ ഇന്ത്യ BSNL ഡോട്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ, CCWF എന്നീ സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിന് മുന്നിൽ ധർണ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.